ഹലോ, ഇന്ന് നമുക്ക് ഗീതാഞ്ജലി മല്ലി വെച്ചിന്തി എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ബംഗ്ലാവിലെത്തുന്ന കൂട്ടുകാർ. എന്നാൽ ആ ബംഗ്ലാവിൽ അമാനുഷികമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു പ്രതികാര കഥ. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു IT കമ്പനിയാണ് കാണിക്കുന്നത്. രാത്രി സമയം എല്ലാവരും പോയി കഴിഞ്ഞ് ഒരു ലേഡി സ്റ്റാഫ് മാത്രം അവിടെ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. എന്നിട്ടവൾ അവളുടെ ഹെഡിനോട് വന്ന് പറയും, സർ, ഞാൻ ഇത്രയും നേരമായിട്ടും ജോലി ചെയ്യുന്നതിന് കാരണം ആ ഒരു വിദേശ കമ്പനിയിലേക്കുള്ള പ്രൊമോഷൻ ലിസ്റ്റിൽ എൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തണം, അതിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അയാൾ പറയും, അങ്ങനെ ചെയ്യണമെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളോട് മോശമായി പെരുമാറുവാനായും ശ്രമിക്കും. എന്നാൽ അവൾ അയാളെ തള്ളിക്കളഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ്. പക്ഷെ അവിടെ അവർ രണ്ടുപേരും കൂടാതെ മറ്റാരുമില്ല. അതേസമയം തന്നെ അയാൾ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് പോവുകയാണ്. അതേസമയം തന്നെ ഒരാത്മാവ് അവിടെ എത്തുകയാണ്. അയാളുടെ കഴുത്തിൽ പിടികൂടും. അതാരാണെന്നോ എന്താണ് സംഭവിക്കുന്നതെന്നോ അയാൾക്ക് മനസ്സിലാകുന്നതേയില്ല. അയാളെ ബിൽഡിങ്ങിൽ നിന്നും താഴേക്ക് അത് തള്ളിയിടും. അയാൾ മരണപ്പെടുകയാണ്. അടുത്ത ദിവസം തന്നെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ ആ ഒരു കമ്പനിയിലുള്ളവരെല്ലാം കൂടി ഒരു മന്ത്രവാദിയെ അവിടെ കൊണ്ടുവരും. അയാളാണെങ്കിലോ പൂജ ചെയ്ത ശേഷം പറയും, ഇവിടെ ഒരു ക്രൂരമായിട്ടുള്ള ആത്മാവുണ്ട്. ഈ ഒരു ആത്മാവിനെ ബന്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ആൾക്ക് വന്ന അതേ അവസ്ഥ തന്നെ ഈ കമ്പനിയിലുള്ള മറ്റ് സ്റ്റാഫുകൾക്കും വരുമെന്ന് ആ ഒരു മന്ത്രവാദി പറയും. അങ്ങനെ കമ്പനിയിലുള്ളവരെല്ലാം മന്ത്രവാദം ചെയ്യുവാനായിട്ട് അനുമതിയും കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു മന്ത്രവാദിയാണെങ്കിലോ ആത്മാവിനെ ഒരു പാവയ്ക്കുള്ളിലായിട്ട് ബന്ധിക്കുകയാണ്. എന്നിട്ട് തന്റെ കൂടെയുള്ളവരോട് ആ ഒരു പാവയെ കൊടുത്തിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചു മൂടാനായും പറയും. അങ്ങനെ കൂടെയുള്ളവർ അതുപോലെ തന്നെ ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ആ പാവയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട ആത്മാവ് ആരെന്നാണ്. അവളുടെ പേരാണ് ഗീതാഞ്ജലി. ഗീതാഞ്ജലി ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. അവൾ മരണപ്പെട്ടിട്ട് കുറച്ചു നാളുകളായതേയുള്ളൂ. എങ്ങനെ മരണപ്പെട്ടെന്നാൽ അവളുടെ കമ്പനിയിലെ ഹെഡിന് ഗീതാഞ്ജലിയെ നല്ല നോട്ടമുണ്ടായിരുന്നു. എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. എന്നാൽ ഗീതാഞ്ജലിക്ക് മറ്റൊരു കാമുകനുണ്ടായിരുന്നു. ഒരിക്കൽ കാമുകനുമായി ഗീതാഞ്ജലി പുറത്തു പോകും. അതറിഞ്ഞ ആ കമ്പനിയുടെ ഹെഡ് ഗീതാഞ്ജലിയെയും കാമുകനെയും കിഡ്നാപ്പ് ചെയ്യുന്നു. അവരെ രണ്ടുപേരെയും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അടച്ചിടുകയാണ്. കാമുകനെ അടിച്ച് അവശനാക്കിയ ശേഷം ഗീതാഞ്ജലി അയാൾ കൊണ്ടുപോയി അവളെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുകയാണ്. മരണപ്പെട്ട ഗീതാഞ്ജലിയുടെ ആത്മാവ് പ്രതികാരത്തിനായി അലഞ്ഞു നടക്കുവാനായും തുടങ്ങി. അങ്ങനെ ആത്മാവ് ആ ഒരു ഹെഡിനെ ക്രൂരമായി കൊലപ്പെടുത്തി. അതിനുശേഷം ഗീതാഞ്ജലിയുടെ ആത്മാവ് എവിടെയൊക്കെ ആരൊക്കെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നോ അവിടെയൊക്കെ എത്തി അവരെ കൊന്ന് അവരിൽ നിന്നും സ്ത്രീകളെ രക്ഷപ്പെടുത്തും. അങ്ങനെയാണ് ആ ഒരു IT കമ്പനിയിലും സംഭവിച്ചത്. അതിനുശേഷം കാണിക്കുന്നത് ഗീതാഞ്ജലിയുടെ ആത്മാവിനെ ബന്ധിക്കപ്പെട്ട ആ ഒരു പാവയെ മന്ത്രവാദിയുടെ ആളുകൾ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ടല്ലോ. ആ സ്ഥലത്ത് നിന്നും കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് മണ്ണെടുക്കുകയാണ്. ആ മണ്ണിന്റെ കൂട്ടത്തിൽ പാവയും പോകുന്നുണ്ട്. അതിനുശേഷം മണ്ണിറക്കിയ സ്ഥലത്ത് നിന്നും ആ ഒരു പാവയെ ഒരു കുട്ടിക്ക് കിട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹവുമായി നടക്കുന്ന സത്യയാണ്. സത്യ ഒരുപാട് സിനിമാക്കാരുടെ അടുത്തേക്ക് ഒരു റോളിന് വേണ്ടി കെഞ്ചി നടന്നു. പക്ഷെ നടന്നില്ല. സത്യയെ പോലെ തന്നെ സിനിമ ആഗ്രഹവുമായി നടക്കുന്ന കുറച്ച് ഫ്രണ്ട്സും അവനുണ്ട്. അവരുടെ കയ്യിൽ ഒരു കഥയുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ടാൽ സ്വന്തമായി സിനിമ ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ അവരുടെ കഥ ഒരു പ്രൊഡ്യൂസറിന് ഇഷ്ടമായി. പ്രൊഡ്യൂസറിന്റെ അസിസ്റ്റന്റ് അവർക്ക് അഡ്വാൻസ് പൈസയും അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തു. അവർക്ക് ഒരുപാട് സന്തോഷമാകും. അതിനുശേഷം കാണിക്കുന്നത് പാവ കിട്ടിയ പെൺകുട്ടി അതിനെ നല്ല കഴുകി വൃത്തിയാക്കി വഴിയോരങ്ങളിൽ കച്ചവടത്തിനായി കൊണ്ട് നടക്കുകയാണ്. ഒരു ദിവസം ഒരു കോമഡി ആർട്ടിസ്റ്റ് കാറിൽ പോവുകയായിരുന്നു. അയാൾക്ക് ആ പാവ കണ്ട് ഇഷ്ടമായി. അയാൾ ആ പാവയെ വാങ്ങിക്കൊണ്ടുപോകും. അതിനുശേഷം കാണിക്കുന്നത് ഊട്ടിയാണ്. അവിടെ ഒരു റെസ്റ്റോറന്റ്. അവിടെ ജോലി ചെയ്യുകയാണ് ഉഷാഞ്ജലി. ഈ ഉഷാഞ്ജലിയാണ് മരിച്ചുപോയ ഗീതാഞ്ജലിയുടെ സഹോദരി. അങ്ങനെ ആ ഒരു കോമഡി ആർട്ടിസ്റ്റ് തന്റെ പാവയും കൊണ്ട് ഉഷാഞ്ജലി ജോലി ചെയ്യുന്ന ആ ഒരു റെസ്റ്റോറന്റിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ഗീതാഞ്ജലിയുടെ ആത്മാവ് തന്റെ സഹോദരിയായ ഉഷാഞ്ജലിയെ കാണുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് സത്യയും കൂട്ടുകാരും പ്രൊഡ്യൂസറിനെ കാണുവാനായിട്ടെത്തി. പ്രൊഡ്യൂസർ പറയും, ഈ സിനിമ ചെയ്യണമെങ്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തണം. ഞാൻ പറയുന്ന ചേഞ്ചസിന് നിങ്ങൾ തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് എങ്ങനെയും ആ സിനിമ ചെയ്താൽ മതി. അതുകൊണ്ട് എന്ത് ചേഞ്ചസിനും സത്യയും കൂട്ടുകാരും തയ്യാറായിരുന്നു. പ്രൊഡ്യൂസർ പറഞ്ഞ കഥയ്ക്ക് ഒരു പ്രേത ബംഗ്ലാവ് പോലെ തോന്നിക്കുന്ന ഒരു ബംഗ്ലാവ് വേണം. അതിന് പ്രൊഡ്യൂസർ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സത്യയും കൂട്ടരും ആ ഒരു ലൊക്കേഷനിലേക്കും എത്തുകയാണ്. പ്രൊഡ്യൂസർ പറഞ്ഞ ബംഗ്ലാവിലെത്തി അവിടെ മുഖ്യ ചുറ്റിക്കണ്ട് അവർക്കിഷ്ടമായി അവർ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ അവിടെയുള്ള ഒരു ചായക്കടയിൽ അവർ ചായ കുടിക്കാനിരിക്കവേ ചായക്കടക്കാരൻ ആ ഒരു ബംഗ്ലാവിന്റെ കഥ പറയും.
ആ ബംഗ്ലാവിൽ ആദ്യം താമസിച്ചിരുന്നത് ശാസ്ത്രി എന്നൊരാളും അയാളുടെ ഭാര്യയും 2 മക്കളുമായിരുന്നു. ശാസ്ത്രി തന്റെ 2 പെൺമക്കളെയും നൃത്തം പഠിപ്പിച്ചിരുന്നു. ശാസ്ത്രിയുടെ മൂത്ത മകൾ ഒരു പയ്യനെ പ്രണയിച്ച് അവനോടൊപ്പം ഒളിച്ചോടിപ്പോയി. ശാസ്ത്രിയുടെ പൊന്നോമന മകൾ മറ്റൊരുത്തനോടൊപ്പം ഒളിച്ചോടിപ്പോയത് ശാസ്ത്രിക്ക് താങ്ങാനായില്ല. ആ ഒരു വിഷമം ശാസ്ത്രിയെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. തന്റെ 2ാമത്തെ മകളെ നന്നായി വളർത്തുവാനായും തീരുമാനിച്ചു. എന്നാൽ ആ പെൺകുട്ടിയും മറ്റൊരു പയ്യനുമായി പ്രണയത്തിലായി. അവനുമായി ഒളിച്ചോടുവാനായിട്ട് ആ പെൺകുട്ടി തീരുമാനിക്കും. ആ കാര്യം ശാസ്ത്രിയും ഭാര്യയും അറിയും. അതറിഞ്ഞ ശാസ്ത്രി തന്റെ മകളെ ഒരു റൂമിനുള്ളിൽ പൂട്ടിയിട്ടു. എന്നിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് ആ പയ്യനെ നന്നായി പെരുമാറി. മനോവിഷമം താങ്ങാനാകാതെ ആ പയ്യൻ ആത്മഹത്യയും ചെയ്തു. അതറിഞ്ഞ ശാസ്ത്രിയുടെ മകളാണെങ്കിലോ തന്റെ കാമുകനില്ലാത്ത ലോകത്ത് ഇനി ഒരിക്കലും ജീവിച്ചിരിക്കില്ല എന്ന് തീരുമാനിച്ച് അവൾ സ്വയം തീ കൊളുത്തി മരിച്ചു. പക്ഷെ ആ തീ ആളിപ്പടർന്ന് ബംഗ്ലാവൊക്കെ കത്തി. ശാസ്ത്രിയും ഭാര്യയും അതിനുള്ളിലായി വെന്ത് മരിച്ചു. അതിനുശേഷം ആ ഒരു ബംഗ്ലാവ് കുറച്ചുപേർ ഏറ്റെടുത്ത് അതിന് മഹാലക്ഷ്മി ഗസ്റ്റ് ഹൗസ് എന്ന പേരും നൽകി. അവിടെ താമസിക്കാൻ വരുന്നവർക്കെല്ലാം പല പല പ്രശ്നങ്ങളുണ്ടായി. ശാസ്ത്രിയുടെയും കുടുംബത്തിന്റെയും ആത്മാവ് അവരെ ആരെയും അവിടെ ജീവിക്കാൻ അനുവദിക്കാതായി. ഒരാണും പെണ്ണും വന്നാലോ പെണ്ണിനെയാണ് അത് കൂടുതലും ബാധിക്കുന്നതും. ആത്മാക്കളുടെ പ്രശ്നം കാരണം അവിടെ ആരും താമസിക്കാതെ മഹാലക്ഷ്മി ഗസ്റ്റ് ഹൗസ് പൂട്ടി. ആ കാര്യമെല്ലാം ന്യൂസിലൊക്കെ വന്നിരുന്നു. അതിനുശേഷം അതൊരു പ്രേത ബംഗ്ലാവായി തന്നെ കിടക്കുകയാണെന്ന് ചായക്കടക്കാരൻ വഴി അറിഞ്ഞ സത്യയും കൂട്ടുകാരും അതൊന്നും മൈൻഡ് ചെയ്യില്ല. എങ്ങനെയും അവർക്ക് സിനിമ ഷൂട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ അവർ നേരെ വീണ്ടും ബംഗ്ലാവിലേക്ക് വരികയാണ്. ആ ബംഗ്ലാവാണെങ്കിലോ ഒരു പ്രേത ബംഗ്ലാവിൻ്റേത് പോലെ തന്നെയായിരുന്നു. ഒരു മാറ്റവും ഇനി അതിൽ വരുത്തേണ്ടതില്ല എന്നും അവർ സംസാരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഉഷാഞ്ജലിയാണ്. ഉഷാഞ്ജലി മറ്റൊരു പയ്യനുമായി പ്രണയത്തിലാണ്. അവർ ഇപ്പോൾ വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലുമാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു കോമഡി ആർട്ടിസ്റ്റ് അന്ന് വാങ്ങിയ പാവയും കൊണ്ട് ഒരു സ്റ്റേജ് ഷോയ്ക്ക് പങ്കെടുക്കുവാനായി പോവുകയാണ്. അയാളാണെങ്കിൽ മിമിക്രി ഒക്കെ ചെയ്യും. പാവയുടെ സൗണ്ട് അനുകരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ തന്നെ ആ പാവ മൈക്കിലൂടെ സംസാരിക്കുന്നു. എന്താണെന്ന് ആർക്കും മനസ്സിലാകുന്നതേയില്ല. ആ ഒരു ആർട്ടിസ്റ്റ് ഞെട്ടിപ്പോവുകയാണ്. അതിനുശേഷം അയാൾ ആ പാവയും കൊണ്ട് റൂമിലേക്ക് എത്തിയിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ആ പാവയോട് സംസാരിക്കും. എന്നിട്ട് ഇനി ഈ പാവയെ വേണ്ട എന്ന് തീരുമാനിച്ച് അതിനെ താഴേക്ക് വലിച്ചെറിയും. അതിനുശേഷം അയാൾ ഉറങ്ങാൻ കിടക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ അയാൾ ഉറക്കമുണർന്നു നോക്കുമ്പോഴോ അടുത്ത ആ പാവ കിടക്കുകയാണ്. ഇത് ഇന്നലെ ഞാൻ താഴേക്ക് വലിച്ചെറിഞ്ഞ പാവയല്ലേ എന്ന് ചിന്തിച്ച് ഷോക്കായി നിൽക്കുകയാണ് ആ ഒരു ആർട്ടിസ്റ്റ്. ആ പാവയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അതിനുശേഷം സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധിച്ച കാര്യവുമായി ചർച്ചയിലാണ് സത്യയും കൂട്ടുകാരും. അതേസമയം പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് നമ്മുടെ സിനിമയിലെ നായികയായിട്ട് ഊട്ടിയിൽ ഒരു റെസ്റ്റോറന്റിൽ ഒരു പെൺകുട്ടി നിൽപ്പുണ്ട്, അവളുടെ പേര് ഉഷാഞ്ജലി, അവൾ ഈ സിനിമയിലെ നായികയായിട്ട് ചേരും, അവളെ പോയി കണ്ട് സംസാരിക്കുവാനായും പറയും. അങ്ങനെ സത്യയും കൂട്ടുകാരും ഉഷാഞ്ജലിയെ കാണുവാനായി എത്തുകയാണ്. സത്യത്തിൽ ഇവരെല്ലാവരും പണ്ട് കൂട്ടുകാരായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഉഷാഞ്ജലിയോട് സിനിമയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്യും. അവൾ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം തന്നെ ആ ഒരു ബംഗ്ലാവിൽ അമാനുഷികമായ പ്രവർത്തികളൊക്കെ നടക്കുന്നത് പ്രൊഡ്യൂസറിന്റെ അസിസ്റ്റന്റ് നോട്ട് ചെയ്യുകയാണ്. അസിസ്റ്റന്റ് അക്കാര്യമെല്ലാം പ്രൊഡ്യൂസറിനോട് പറയും. പക്ഷെ പ്രൊഡ്യൂസർ ആണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യത്തേയില്ല. പ്രൊഡ്യൂസർ പറയും നിങ്ങളുടെ തോന്നലാണതൊക്കെ, അതൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ്. പ്രൊഡ്യൂസറിന് എങ്ങനെയും ആ സിനിമ അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം. അതിനു പിന്നിൽ ഒരു കാരണമുണ്ട്. എന്തെന്നാൽ ഈ പ്രൊഡ്യൂസർ ആരെന്നാൽ മുൻപ് ഗീതാഞ്ജലി കൊന്ന ആ ഒരു കമ്പനി ഹെഡില്ലേ, അയാളുടെ മകനാണ്. അന്ന് ഗീതാഞ്ജലിയുടെ ആത്മാവ് തന്റെ സഹോദരിയായ ഉഷാഞ്ജലിയുടെ ദേഹത്ത് കയറിയാണ് കമ്പനി ഹെഡിനെ കൊന്നത്. എങ്ങനെയും മകന് അച്ഛനെ കൊന്നവനോട് പ്രതികാരം വീട്ടണം. ഉഷാഞ്ജലിയുടെ രൂപത്തിലാണല്ലോ ആ ഒരു ആത്മാവ് വന്ന് തന്റെ അച്ഛനെ കൊന്നത്. എങ്ങനെയും അവളോടും അവളുടെ കൂട്ടുകാരോടും പ്രതികാരം വീട്ടണമെന്നായി. അതിനാണ് സിനിമയിലെ നായികയായിട്ട് ഉഷാഞ്ജലിയെ തന്നെ തീരുമാനിച്ചതും ആ ഒരു ഒഴിഞ്ഞ ബംഗ്ലാവ് തന്നെ സിനിമയ്ക്കായി തീരുമാനിച്ചതും. യഥാർത്ഥത്തിൽ ആ ഒരു പ്രൊഡ്യൂസർ ആരെന്നോ കമ്പനി ഹെഡിന്റെ മകനാണ് ആ പ്രൊഡ്യൂസർ എന്നോ ഉഷാഞ്ജലിക്കും കൂട്ടുകാർക്കും അറിയത്തേയില്ല. അവരെ കൊല്ലുവാനാണ് ഇങ്ങനെ ഒരു പ്ലാൻ അയാൾ മുന്നോട്ട് വെച്ചെന്നും അവർക്കറിയത്തേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് ആ ഒരു കോമഡി ആർട്ടിസ്റ്റിനെയും പാവയെയും കാണിക്കുകയാണ്. ഉഷാഞ്ജലിക്കും ഗ്യാങ്ങിനും ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു എന്ന കാര്യം പാവയ്ക്കുള്ളിലെ ആത്മാവായ ഗീതാഞ്ജലി അറിഞ്ഞു. തന്റെ സഹോദരിക്കാണല്ലോ പ്രശ്നം സംഭവിക്കുവാനായി പോകുന്നത്. അങ്ങനെ ആ പാവയോട് കോമഡി ആർട്ടിസ്റ്റ് നിനക്ക് എന്താ വേണ്ടത്, എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പാവയ്ക്കുള്ളിലെ ആത്മാവായ ഗീതാഞ്ജലി തനിക്ക് സംഭവിച്ച കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം കോമഡി ആർട്ടിസ്റ്റിനോട് തുറന്നു പറയും.
അവൾ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ ഒരു കോമഡി ആർട്ടിസ്റ്റ് അവളെ സഹായിക്കുവാനായി തീരുമാനിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉഷാഞ്ജലിയും കൂട്ടുകാരും സത്യയും എല്ലാം ഷൂട്ടിങ്ങിനായിട്ട് എത്തുകയാണ്. അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയം എന്തോ ശബ്ദം കേട്ട് ഉഷാഞ്ജലി റൂമിന് പുറത്തേക്ക് വരുമ്പോൾ ഒരു രൂപം അവളെ പാസ് ചെയ്തു പോകുന്നതായി അവൾ കണ്ടു. അവൾ അങ്ങനെ അലറി വിളിക്കും. അവൾ കരയുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഓടിയെത്തുമ്പോൾ താൻ ഇതുപോലെ ഒരു രൂപം കണ്ടു എന്ന കാര്യം അവൾ എല്ലാവരോടും തുറന്നു പറയുകയാണ്. ഉഷാഞ്ജലി പറയുന്നത് കേൾക്കുന്ന കൂട്ടുകാരാണെങ്കിലോ ഇത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്, അതുകൊണ്ട് പോയി കിടന്നുറങ്ങുവാനായി അവളെ സമാധാനിപ്പിക്കും. പക്ഷെ പ്രൊഡ്യൂസറിന്റെ അസിസ്റ്റന്റിന് യഥാർത്ഥത്തിൽ ആ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അറിയാമല്ലോ. കാരണം അവിടെ നടക്കുന്ന ചില അമാനുഷിക പ്രവൃത്തികളൊക്കെ അസിസ്റ്റന്റ് കണ്ടിട്ടുണ്ടല്ലോ. അസിസ്റ്റന്റ് ഉടനെ തന്നെ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ആ കാര്യം പറയും. സാർ, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, നമുക്കിവിടെ ഷൂട്ടിംഗ് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാമെന്ന രീതിയിൽ ഒഴിവാക്കി വിടുകയാണ് പ്രൊഡ്യൂസർ. കോള് കട്ടായി കഴിഞ്ഞതും പ്രൊഡ്യൂസർ ഒരു വല്ലാത്ത ചിരി ചിരിക്കും. ആ ഒരു ബംഗ്ലാവിലിട്ട് ഉഷാഞ്ജലിയെ കൊല്ലണം, അതാണ് പ്രൊഡ്യൂസറിന്റെ പ്ലാൻ. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചു. ആദ്യത്തെ സീൻ തന്നെ നായികയും കൊണ്ട് നായകൻ ഒളിച്ചോടുന്നതാണ്. നായകൻ നായികയും കൊണ്ട് ഒളിച്ചോടുന്ന സീനാണ് അടുത്ത ഷൂട്ട് ചെയ്യാനായിട്ടിരുന്നതല്ലോ. ആ സീൻ ഷൂട്ടിനായി ചെയ്തപ്പോഴോ ശാസ്ത്രിയുടെ ആത്മാവിന് അത് സഹിക്കാനായില്ല. ശാസ്ത്രിയുടെ ആത്മാവ് വല്ലാത്ത പ്രശ്നമുണ്ടാക്കുവാനായും തുടങ്ങി. മറ്റൊരു വശത്ത് ആ ഒരു കോമഡി ആർട്ടിസ്റ്റ് പാവയും കൊണ്ട് ഊട്ടിയിൽ ഉഷാഞ്ജലി ജോലി ചെയ്തിരുന്ന ആ ഒരു റെസ്റ്റോറന്റിൽ എത്തുകയാണ്. അപ്പോൾ അവിടെ നിന്നും അവൾ ഷൂട്ടിങ്ങിനായി ഇങ്ങനെ ഒരു ബംഗ്ലാവിലേക്ക് പോയിട്ടുണ്ടെന്ന കാര്യം അവിടെയുള്ളവർ പറഞ്ഞ് അയാൾ അറിയുകയാണ്. അയാൾ നേരെ പാവയും കൊണ്ട് അവിടേക്ക് തിരിക്കും. എന്നാൽ മറ്റൊരു വശത്ത് അടുത്ത സീനെന്ന് വെച്ചാൽ ഓജോ ബോർഡിനെ പറ്റിയായിരുന്നു. ഓജോ ബോർഡിന്റെ സീനാണ് ഷൂട്ട് ചെയ്യുന്നത്. 3 പേർ ഗ്ലാസിന് മുകളിൽ കൈവച്ചു. എന്നിട്ട് ഗ്ലാസ് അനക്കാൻ വേണ്ടി ഒരു നൂല് കെട്ടി വലിക്കാം എന്നായിരുന്നു പ്ലാൻ. എന്നാൽ നൂല് വലിക്കുന്നതിന് മുൻപ് തന്നെ ഗ്ലാസ് അനങ്ങുവാനായും തുടങ്ങി. എന്തോ പന്തികേടുണ്ടെന്ന് 3 പേർക്ക് മനസ്സിലായി. വീണ്ടും ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് കരുതി വീണ്ടും എത്തുമ്പോഴോ ഗ്ലാസ് തനിയെ തന്നെ അനങ്ങുകയാണ്. അതേസമയം അവിടെ ശാസ്ത്രിയുടെയും കുടുംബത്തിന്റെയും പ്രേതാത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടു. അവർ പേടിച്ചു പോയി. ആ കാര്യമെല്ലാം അവർ പ്രൊഡ്യൂസറിനോട് വന്ന് പറയും. ആ ഒരു ബംഗ്ലാവിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അവിടെ അമാനുഷികമായ പല പ്രവൃത്തികളും നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഷൂട്ടിംഗ് മറ്റെവിടേക്കെങ്കിലും മാറ്റാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ മാറ്റാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ പറയുന്നതേ ഇവിടെ നടക്കൂ എന്നൊക്കെ കുറച്ച് ദേഷ്യത്തിൽ അവരോട് പറയുകയാണ്. വേറൊരു വഴിയുമില്ലാതെ അവർ തിരിച്ചെത്തുകയാണ്. പക്ഷേ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഈ പ്രേതാത്മാക്കളുടെ കാര്യമോ ഒന്നും ബാക്കിയുള്ളവരോട് പറയണ്ട എന്നവർ തീരുമാനിക്കുകയാണ്. സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു ക്യാമറാമാനും ഗ്യാങ്ങും ഒക്കെ എത്തിയിരുന്നല്ലോ. അവരോട് ആരോടും ഈ കാര്യമൊന്നും പറയണ്ട, ഉഷാഞ്ജലിയോടും ഒരു കാര്യവും തുറന്നു പറയണ്ട എന്നവർ തീരുമാനിക്കുകയാണ്. എന്നിട്ട് ഉഷാഞ്ജലിയോടും ക്യാമറാമാനോടും ഒക്കെ പറയും, ഇവിടെ പ്രേതത്തിന്റെ രൂപത്തിൽ പല ആൾക്കാരെയും കാണും, അതെല്ലാം കോസ്റ്റ്യൂം ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, അവരോടൊന്നും മിണ്ടാനും പോകണ്ട, അവരെ കണ്ടാൽ പേടിക്കാൻ വേണ്ട എന്നുള്ള കാര്യം സത്യയും കൂട്ടുകാരും ഉഷാഞ്ജലിയോടും ക്യാമറാമാനോടും ഒക്കെ പറയും. പിന്നീടുള്ള ദിവസങ്ങളിൽ ഉഷാഞ്ജലിയും ക്യാമറാമാനും ഒക്കെ ശാസ്ത്രിയുടെയും കുടുംബത്തിന്റെയും പ്രേതാത്മാക്കളെ കാണുമ്പോഴോ വേഷം കെട്ടി നിൽക്കുന്നവരാണെന്ന് കരുതും. എന്നാൽ ആത്മാക്കളെല്ലാം സൈലന്റ് ആണല്ലോ, അവരെ ഒന്ന് വയലന്റ് ആക്കണമെന്ന് പ്രൊഡ്യൂസർ കരുതും. അങ്ങനെ പ്രൊഡ്യൂസർ വീണ്ടും നായകൻ നായികയും കൊണ്ട് ഒളിച്ചോടുന്ന ആ സീൻ ഷൂട്ട് ചെയ്യുവാനായും തീരുമാനിക്കുന്നു. ആ ഷൂട്ടിംഗ് ദിവസം എത്തി. അത് കാണുന്ന ശാസ്ത്രിയുടെ ആത്മാവിന് സഹിക്കാനായില്ല. വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായും തുടങ്ങി. പ്രേതാത്മാക്കൾ അവരെ ദ്രോഹിച്ചു. ഇതെല്ലാം മനസ്സിലാകുന്ന ഉഷാഞ്ജലി സത്യയോടും കൂട്ടുകാരനും ഇവിടെ എന്താ നടക്കുന്നത് എന്ന് തിരക്കുമ്പോൾ അവർ പേടിച്ചു വിറച്ച് എല്ലാ കാര്യവും തുറന്നു പറയും. അങ്ങനെ ഉഷാഞ്ജലിക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. ഇവിടെ നിന്ന് എങ്ങനെയും നമുക്ക് രക്ഷപ്പെടണം, നമ്മുടെ ജീവനാണ് വലുത് എന്നവൾ പറയുമ്പോൾ പറ്റില്ല, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലും ആ പ്രൊഡ്യൂസർ നമ്മളെ പൂട്ടും, അയാളുടെ കയ്യിൽ എഗ്രിമെന്റ് ഉണ്ട് എന്ന് സത്യയും കൂട്ടുകാരും പറയുകയാണ്. അങ്ങനെ ഉഷാഞ്ജലി നമുക്ക് രക്ഷപ്പെടണം, അതിന് ആ ഒരു എഗ്രിമെന്റ് പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാം എന്നവർ തീരുമാനത്തിലെത്തുന്നു. അന്ന് രാത്രി തന്നെ പ്രൊഡ്യൂസറിന്റെ വീട്ടിൽ കയറി ആ ഒരു എഗ്രിമെന്റ് മോഷ്ടിക്കുവാനായി അവർ തീരുമാനിക്കും. പ്രൊഡ്യൂസറിന്റെ വീട്ടിലെത്തി അവിടെ മൊക്കെ അന്വേഷിക്കുമ്പോൾ ആ ഒരു കമ്പനി ഹെഡിന്റെ വലിയ ഫോട്ടോ കാണുകയാണ്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ പ്രൊഡ്യൂസർ അയാളുടെ മകനാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. തന്റെ അച്ഛനെ കൊന്നതിനുള്ള പ്രതികാരം വീട്ടുവാനായിട്ടാണ് മകനായ പ്രൊഡ്യൂസർ എത്തിയതെന്നുള്ള കാര്യം ഉഷാഞ്ജലിക്കും ഗ്യാങ്ങിനും മനസ്സിലായി. എങ്ങനെയെന്നാൽ പണ്ട് ഗീതാഞ്ജലിയെ ആ ഒരു കമ്പനി ഹെഡ് കൊന്നപ്പോൾ ഉഷാഞ്ജലിയും സത്യയും കൂട്ടരും എല്ലാം ചേർന്ന് അയാൾക്കിട്ട് നല്ലത് കൊടുത്തിരുന്നു. അയാളുടെ മകനാണ് ഇതെന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ ആ എഗ്രിമെന്റും എടുത്ത് പോകുവാനായി റെഡിയായി നിൽക്കുന്ന സമയമായിരുന്നു പ്രൊഡ്യൂസർ വീട്ടിലേക്ക് വന്നത്. പ്രൊഡ്യൂസർ അവരെ കണ്ടതും അവരെ ഉപദ്രവിക്കുവാനായി ശ്രമിക്കും. എന്നാൽ അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. അവർ നേരെ വന്നത് ഒരു ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ വന്ന് ഒളിച്ചിരിക്കുന്ന സമയം തന്നെ ആ ഒരു കോമഡി ആർട്ടിസ്റ്റ് പാവയും കൊണ്ടുവരികയാണ്.
തന്റെ അനുജത്തിക്കും കൂട്ടുകാരിക്കും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പാവയിലുള്ള ഗീതാഞ്ജലിയുടെ ആത്മാവ് പുറത്തേക്ക് വരികയാണ്. അത് പുറത്തു വന്ന് ഉഷാഞ്ജലിയുടെ ദേഹത്ത് കൂടുകയാണ്. അവിടെ എത്തുന്ന പ്രൊഡ്യൂസർ ആണെങ്കിലോ ഗീതാഞ്ജലിയുടെ ആത്മാവ് കയറിയ ഉഷാഞ്ജലിയുമായി ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റിനൊടുവിൽ ഗീതാഞ്ജലി പ്രൊഡ്യൂസറിനെ കൊല്ലും. തന്റെ സഹോദരിയും കൂട്ടുകാരെയും ആപത്തിൽ നിന്ന് രക്ഷിച്ച ഗീതാഞ്ജലിയാണെങ്കിലോ മോക്ഷം കിട്ടി സ്വർഗത്തേക്ക് പോവുകയാണ്. അതോടെ സിനിമയും അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.